എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നത്, ഉറങ്ങാൻ കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ശോഭയ്ക്ക്. തിരിഞ്ഞും പറഞ്ഞ് കിടക്കുകയാണ്. അവസാനം ശോഭ എഴുന്നേറ്റു. ശോഭ നോക്കിക്കഴിഞ്ഞപ്പോൾ മുകുന്ദ മാഷ് നല്ല ഉറക്കമാണ്. ശോഭ എഴുന്നേറ്റ് ഫോണും എടുത്തോണ്ട് പുറത്തേക്ക് വരുവാണ്. എന്നിട്ട് പല്ലവിനെ വിളിക്കുവാണ്. ഈ സമയം പല്ലവി ഉറങ്ങാനായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. രാത്രി നോക്കി കഴിയുമ്പോൾ അമ്മയുടെ ഫോണ്. ഇതെന്ത് പറ്റി അമ്മ ഈ സമയത്ത് വിളിക്കണേ എന്നോർത്ത് കോൾ എടുക്കുവാണ്. എന്താ അമ്മേ, എന്താ കാര്യം ചോദിക്കാം. അത് മോളെ, എനിക്ക് മോളോട് ഒരു കാര്യം സംസാരിക്കാണെന്ന് പറയും. എന്താ എന്തുണ്ടെങ്കിലും അമ്മയോട് അമ്മയ്ക്ക് എന്നോട് പറയാലോ എന്ന് പറയാം. അത് പിന്നെ മോളെ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്നെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിരിക്കുമല്ലേ അമ്മേ. എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നു വേണ്ട. എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയാം. അതല്ല മോളെ കാര്യം. പിന്നെന്താ, എനിക്ക് പാറുവിന്റെ കാര്യം ഓർത്തിട്ടാന്ന് പറയണം. പാറുവിനിപ്പോ എന്താ കുഴപ്പം? അവൾക്കൊരു കുഴപ്പമില്ല, അവൾ അവിടെ ഇല്ലേന്ന് ചോദിക്കാം. അതല്ല മോളെ പ്രശ്നം. ദേ അവളും ആ ഇന്ദ്രന്റെ അനിയൻ വിശ്വജിത്തും അല്ലേ, അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാന്ന് പറയണം. അമ്മ എന്തൊക്കെയാ പറയണെന്ന് വെക്കും. അതാ മോളെ, അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാ. ഇന്ന് രണ്ടുപേരെയും കൂടി ഞാൻ പിടികൂടി. അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നു. ഞാൻ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിട്ടുണ്ടായിരുന്നു പറയണം. പക്ഷെ ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എന്റെ ചങ്ക് തകർന്നു പോയെന്ന് പറയണം. ആ ഇന്ദ്രൻ മനഃപൂർവ്വം വിശ്വജിത്തിനെ ഇറക്കിയേക്കുന്നാന്ന്. പക്ഷെ ഇതൊക്കെ ഞാൻ പാറുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വിശ്വസിക്കാൻ കൂട്ടാക്കുവോ? എനിക്കറിയത്തില്ല മോളെ എന്ത് ചെയ്യണമെന്ന്. ദേ അമ്മേ, ഒരു കാരണവശാലും നമ്മുടെ പാറു അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട. ഒരിക്കലും അവൾ അങ്ങനെയൊന്നും പോകത്തില്ലെന്ന് പറയണം. എന്നാലും എനിക്ക് ടെൻഷനാ മോളെ എന്ന് പറയണ. സാരില്ല, അമ്മ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ നാളെ പാറുവിനോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭയെ സമാധാനിപ്പിച്ചിട്ട് പല്ലവി കിടക്കാൻ പോവാണ്. പക്ഷെ പല്ലവിയുടെ മനസ്സിലൊരു തീപ്പൊരി വീടും. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കോ? തന്നെ തകർക്കാനായിട്ട് എന്ത് കളി വേണം കളിക്കാൻ ആ ഇന്ദ്രൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വത്തിനെ അവനെ ഇറക്കിയതായിരിക്കുമോ? പക്ഷെ വിശ്വം അത്തരത്തിലുള്ള അങ്ങോട്ട് എന്ന് തനിക്ക് തോന്നില്ല. കാരണം താൻ അവിടെ കുറച്ച് നിമിഷങ്ങൾ മാത്രം ആ വീട്ടിലുണ്ടായിരുന്നുള്ളെങ്കിലും വിശ്വത്തെക്കുറിച്ച് പല്ലവിക്ക് നല്ല അഭിപ്രായമാണ്. അങ്ങനെ പല്ലവിയും കിടന്നിട്ട് പല്ലവിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. പിന്നെ പിറ്റേ ദിവസം ഒരു വിധത്തിലാണ് നേരം വെളുപ്പിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ പല്ലവി പാറുവിനെ വിളിക്കുകയാണ്. പാറുവിനെ വിളിച്ചിട്ട് അതെ, നിനക്കിന്ന് ജോലി ഉണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ട് ചേച്ചി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്കിന്ന് വൈകുന്നേരം ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയാം. ശരി, ഞാൻ വരാൻ ചേച്ചി എന്നൊക്കെ പാറു പറയാണ്. പിന്നീട് പാറു പല്ലവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ഈ സമയമൊക്കെ പല്ലവിയുടെ ഉള്ളിൽ വല്ലാത്തൊരു തീയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഒരു പക്ഷേങ്കിലും അമ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കോ. പിന്നീട് പാറിനോട് ഇന്ന് സംസാരിക്കണം. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തില് ഇന്ദ്രന്റെ വിഷയം എടുത്തിട്ടു. പിന്നീട് പറഞ്ഞു, മോൾക്കറിയാലോ ഇന്ദ്രൻ ഞാൻ തമ്മിൽ അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് ആവും. പക്ഷേങ്കിൽ ഡിവോഴ്സ് തരാതിരിക്കാൻ വേണ്ടി അവൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ മതിയാവുള്ളൂ. ഇനി ഞാൻ മേൽക്കോടതിയിൽ അപ്പീലിന് പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷേങ്കിൽ അവൻ എന്ത് വിധത്തിലും ഏത് വിധത്തിലും എന്നെ തകർക്കാണ്ട് ശ്രമിക്കുമെന്ന് പറയാം. അല്ല, ഇതൊക്കെ എന്തിനാ ചേച്ചി ഇപ്പൊ പറയണേന്ന് ചോദിക്കാം. അത് പിന്നെ മോളും ആ വിശ്വം തന്ന് നല്ല അടുപ്പത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് അവനുമായിട്ട് വലിയ അടുപ്പത്തിനും കാര്യങ്ങൾക്കൊന്നും പോകണ്ട. ഒരു പക്ഷേങ്കിൽ ആ ഇന്ദ്രന് എനിക്കെതിരെയുള്ള ആയുധമായിട്ടായിരിക്കും വിശ്വത്തിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു പറയാം. ഇതേട്ടാ പാറു പറഞ്ഞു, ദേ ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒരാളെ അല്ല വിശ്വം എന്ന് പറയാണ്. ആ കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിൽ അവന് ആ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെ വിശ്വം പെരുമാറുന്നേ. കാരണം വിശ്വത്തിന് ഈ പറയുന്ന അമ്മേനെ അല്ലെങ്കിൽ ഇന്ദ്രേട്ടനെ ഒന്ന് കണ്ണെടുത്ത കാണത്തില്ലെന്ന് പറയാം. അത് പിന്നെ മോളെ അങ്ങനെയൊക്കെയല്ലേ പറയത്തുള്ളൂ. പക്ഷേ ചേച്ചി നീ കൂടുതലൊന്നും പറയണ്ട. ദേ അവനെ സംസാരിക്കാൻ വരുമോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം ഒന്നും കൊടുക്കണ്ട. നീ അവനെ നയിച്ചായിട്ടും കൂടെ ഒഴിവാക്കി വിടാൻ നോക്ക്. പറഞ്ഞു കേട്ടല്ലോ, അവനുമായിട്ട് യാതൊരു അടുപ്പം വേണ്ടെന്ന് പറയണം. ഇത് കേട്ടതും പാറു പറഞ്ഞു, അല്ല ചേച്ചി അതൊന്നുമല്ല, അവൻ എന്തോ എന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അതിനുവേണ്ടി അവനെ വിളിപ്പിച്ച് എന്റെ കയ്യിലൊരു കത്തും തന്നു. പക്ഷെ അതിനകത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അതെന്താന്ന് അറിയുന്നതിന് മുമ്പ് അമ്മ അത് വലിച്ചു കീറി കളഞ്ഞെന്ന് പറയാണ്. എന്ത് കാര്യം എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അത് പക്ഷെ വേറെന്തെങ്കിലും ആയിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ആണല്ലോ ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ. ഇത് ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. ആ രഹസ്യം പറയാൻ വേണ്ടി വിളിച്ചാ. അല്ലാതെ ഞാനും അവനും തമ്മിൽ വേറെ തരത്തിലുള്ള ഒരു അടുപ്പമില്ല. ചേച്ചി അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും വേണ്ടാന്ന് പറയണം. എനിക്ക് എന്റെ മോളെ വിശ്വാസമാ, എന്റെ മോള് പറഞ്ഞ വിശ്വാസമാന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല ചേച്ചിക്ക് അവിടെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ല. അല്ല പൂർണ്ണാമയ്ക്ക് സുഖമൊക്കെയാ, ഭേദപ്പെട്ട് വരുന്നത് പറയണം. ഋതുവിന്റെ സ്വാതിയുടെ മനസ്സ് ഇതിലായിട്ട് മാറിയിട്ടില്ല. അവര് മനസ്സ് മാറി എന്നൊക്കെ വെറുതെ അഭിനയിക്കുക. പൂർണ്ണമയുടെ മുന്നില് വലിയൊരു അഭിനയം തന്നെ മോളെ അവിടെ നടന്നുകൊണ്ടിരിക്കണം എന്ന് പറയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി എന്നെ വേദനിപ്പിക്കുന്ന വേറൊരു പ്രശ്നം കൂടെ ഉണ്ടെന്ന് പറയാണ്. ദേ സേതുവേട്ടന്റെ അച്ഛന്റെ മരണത്തിന് പിന്നില് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് മോളെന്ന് പറയണം.
എന്താ ചേച്ചി ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട്? എന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇതിന് പിന്നിൽ ആ പ്രതാപനാണോ എന്നുള്ള കാര്യം. പ്രതാപനോ? അയാളാ? അതാ മോളെ, ഞാൻ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കണ്ടു. ഹോസ്പിറ്റലിൽ പൂർണ്ണാമ കിടക്കുന്ന സമയത്ത് ആ പ്രതാപം കൊണ്ട് ഡോക്ടർക്ക് പൈസ കൊടുക്കുന്നത് കണ്ടു. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മാത്രം എനിക്ക് അറിയില്ല. അല്ല ചേച്ചിക്ക് ഇത് സേതുവേട്ടനോട് പറയാൻ പാടില്ല എന്ന് ചോദിക്കും. ഞാൻ എങ്ങനെ പറയണേ? ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ വഴക്കുണ്ടാക്കാൻ പോയെന്നും ഇരിക്കും. അങ്ങനെ വന്നാൽ പൂർണ്ണാമയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരു കാരണവശാലും പൂർണ്ണാമയുടെ മനസ്സിൽ ഒരു സ്ട്രെസ് സ്ട്രെയിനോ ഒന്നും കൊടുക്കലെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ലെന്ന് പറയാം. സാരമില്ല ചേച്ചി, അങ്ങനെ എന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടെങ്കിൽ എത്ര കാലം മൂടി വെച്ചെന്ന് പറഞ്ഞാലും അതൊക്കെ വെളിയിൽ വരുമെന്ന് പറയാം. ചേച്ചി ഇപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ്റെ കല്യാണക്കാരും എന്തായി അതൊക്കെ ചോദിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അത് നടക്കും. ആ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട്. അങ്ങനെ പാറു അങ്ങോട്ട് പോവാണ്. പാറു പോയി കഴിഞ്ഞാൽ പല്ലവിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ടെൻഷൻ വരുന്നുണ്ടായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു വല്ലാത്ത വിഷമമായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് നിഖിലാണെങ്കിൽ ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. അച്ചു ഫോൺ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. അവൾക്ക് തന്നെ ഇഷ്ടമില്ലെന്നുള്ള കാര്യം ഉറപ്പായി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കല്യാണം വരെ മുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയെങ്കിലും അവളെ കയ്യിലെടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്മജ അങ്ങോട്ട് വരുന്നത്. പത്മജ വന്നിട്ട് എന്താടാ മോനെ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ, കല്യാണത്തിന് മുമ്പ് തന്നെ ആലോചനയും ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ തുടങ്ങി നിൽക്കും. ഒന്നും ഇല്ലാന്ന് പറയാ. അല്ല നിന്റെ മുഖത്ത് എന്തൊരു കാർമേഘം ഉരുണ്ട് കൂടിയിരിക്കുന്ന പോലെ. പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയാം. എന്തോ കാര്യമുണ്ട്. എന്താ അച്ചുമായിട്ട് എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടായെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ എന്താടാ കാര്യം? അച്ഛനെ വിളിച്ചിട്ടെന്തോ അച്ചു ഫോൺ എടുക്കുന്നില്ല. അവൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലാത്ത പോലെ. ഓ, അതാണ് കാര്യം. അവളുടെ സ്വഭാവം അറിയാലോ. അവൾ പ്രത്യേക ഒരു ക്യാരക്ടറാ. നല്ല പെൺകുട്ടിയാടാ. അവൾക്ക് അങ്ങനെ അധികം ഒന്നും സംസാരിക്കാനായിട്ട് ഇഷ്ടമില്ല. കല്യാണം അല്ല കഴിയാൻ പോകുന്നത്. ഇനിയിപ്പൊ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിന്റെ സ്വന്തമായിട്ട് അവൾ വരാൻ പോകില്ലേ? ഇത്ര നിസ്സാര കാര്യത്തിനാണ് നീ ടെൻഷൻ അടിച്ചിരിക്കണമെന്ന് നിൽക്കും. അല്ല ആന്റി, അത് പിന്നെ എന്താടാ കുഴപ്പം? കല്യാണത്തിന് മുമ്പ് അങ്ങനെ അധികം സംസാരിക്കണമെന്നുണ്ടോ? അവളുടെ സ്വഭാവം നീ പറഞ്ഞല്ലോ. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. കല്യാണത്തെക്കുറിച്ച് മാത്രം മതി നിന്റെ മനസ്സിലും. കല്യാണം മുടങ്ങുന്നതിനെ കുറിച്ചോ അങ്ങനെയുള്ള ഒരു ചിന്തകളും വേണ്ടെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നിഖിൽ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ആ സമയത്ത് പത്മജ ഓർത്ത് ഒരുപക്ഷെ ഇനി അവൾക്ക് താല്പര്യക്കുറവായിരിക്കോ എന്താണെന്നറിയത്തില്ല. ഇവന്റെ സ്വഭാവം ഒട്ടും പിടികിട്ടുന്നില്ല. ആകെ പാടൊരു ടെൻഷൻ പത്മജയ്ക്കും ഉണ്ടായി. പിന്നീട് കാണിക്കുന്ന അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് രാജലക്ഷ്മിക്കുള്ള പണിയുമായിട്ട് അംബിക എത്തുവാണ്. അംബിക എന്ന് പറഞ്ഞാൽ രാജലക്ഷ്മിയുടെ ഭർത്താവിന്റെ പെങ്ങളാ. അവരങ്ങോട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുവാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണത്. കാരണം കുറെ കാലങ്ങളായിട്ട് ആ കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നിന്നാണ്. പിന്നീട് ഇപ്പോഴത്തെ ഈ വരവ്. അങ്ങനെ അംബിക വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി ഇറങ്ങി ഓടി ചെല്ലുവാണ്. ഓടി ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് അംബികച്ച് വരാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അംബിക പറഞ്ഞു, നീ ഒരു അപാരം മുതൽ തന്നെയാണല്ലോ രാജലക്ഷ്മി. നീ എന്നെ ഒന്ന് ഫോൺ ചെയ്യുന്ന പോലും ഇല്ലോ. ഓ, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പോക്ക് പോയി നീ അങ്ങോട്ട് വിചാരിച്ചല്ലേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ചേച്ചി നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയണേ. എന്തേ അവരൊക്കെ എന്തേന്ന് ചോദിക്കുക. എല്ലാവരും അകത്തുണ്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നീ ആ ഭാഗം എടുത്തോണ്ട് ഞാൻ പറയണം. അല്ല അത് പിന്നെ ഡ്രൈവർ എടുത്തോളൂ അല്ലേ? ഡ്രൈവർ ഒന്നും എടുക്കണ്ട, നിനക്ക് എടുക്കാലോ. നീ ഇങ്ങ് എടുത്തോണ്ട് വന്നാൽ മതി എന്ന് പറയണം. എന്ന് പറഞ്ഞു അംബിക അകത്തേക്ക് കയറിപ്പോ. ദൈവമേ, ഇവരെ കൊണ്ട് പൊറുതി മുട്ടു. ഇനിയിപ്പം മനുഷ്യന് സമാധാനം കെടുത്താനായിട്ട് എന്തിനാണോ എന്തോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയേക്കുന്നത്. ഇവര് കാരണം മനുഷ്യനുള്ള സമാധാനം കൂടെ പോകാനായിട്ട് പോകുന്നത്. പിന്നീട് അംബിക അകത്തേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് അവിടെ ഇരിക്കുവാണ്. അപ്പോഴേക്കും രാജലക്ഷ്മി എന്നിട്ട് ചായ എടുക്കണ്ടെന്ന് ചോദിക്കുക. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ടെന്ന് പറയാം. എന്തിയാ നിന്റെ മക്കളൊക്കെ എന്തേന്ന് ചോദിക്കുക. അപ്പോഴേക്കും വിശ്വജിത്ത് അങ്ങോട്ട് ഓടി വന്നു. ആഹാ അപ്പച്ചി എന്തൊക്കെയുണ്ട്, സുഖമാണെന്നൊക്കെ ചോദിക്കണം. ഇപ്പോഴെങ്കിലും നീയൊക്കെ സുഖമാണെന്ന് ചോദിച്ചല്ലോ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും നീ ഒന്നും അന്വേഷിക്കാറ് പോലും ഇല്ലല്ലോ എന്ന് പറയാം. അല്ല അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ്. എനിക്കെല്ലാം മനസ്സിലായെന്നുണ്ട് പറയണേ. അല്ല ഇന്ദ്രൻ എന്തിയെന്ന് ചോദിക്കണം. ഇന്ദ്രൻ അവിടെയുണ്ട്. അവരെ കല്യാണം കഴിഞ്ഞതും കല്യാണപ്പെണ്ണ് അവനെ ഉപേക്ഷിച്ചിട്ട് പോയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറയണം. അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ചേച്ചി എന്ന് പറയാം. എങ്ങനെ നിൽക്കാൻ ഒരു പെൺകുട്ടി ഇവിടെ വന്നല്ലേ? അങ്ങനത്തെ സ്വഭാവമായിരിക്കുമല്ലോ നീ കാഴ്ച വെച്ചിരിക്കുന്നല്ലേ രാജലക്ഷ്മി എന്ന് ചോദിക്കണം. അത് പിന്നെ എടുത്തി അങ്ങനെയൊന്നുമില്ല. നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവനെയും കൂടെ വിളിക്കാൻ പറയാണ്. പിന്നീട് രാജലക്ഷ്മി ഇന്ദ്രനെ വിളിക്കാൻ അങ്ങ് ചെല്ലുവാണ്. അതെ നിന്റെ അപ്പച്ചി വന്നിട്ടുണ്ടെന്ന് പറയാൻ താഴെ. അവരെന്തിനാ ഇപ്പൊ വന്നേ? എനിക്കറിയില്ല, നീ പോയി ചോദിച്ചു നോക്കാൻ പറയണം. അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരണം. ഇന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ആഹാ ധാര അപ്പച്ചോ, എന്റെ ദൈവമേ എത്ര കാലമായി കണ്ടിട്ടെന്ന് പറയണം. പിന്നീട് നേരെ രാജലക്ഷ്മിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് ഇന്ദ്രൻ നേരെ
അംബികയുടെ അടുത്തേക്ക് എത്തുകയാണ്. അംബികയുടെ അടുത്തെത്തി കയ്യാലൊക്കെ തോളത്തെ കൈയിടുന്നുണ്ട്. വേണ്ട വേണ്ട, നീ കൂടുതൽ സോപ്പ് ഇടുവൊന്നും വേണ്ടാന്ന് പറയണേ. ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞോണ്ടായിരിക്കണേന്ന് പറയാണ്. എന്ത് കാര്യങ്ങൾ അറിഞ്ഞെന്ന്? എടാ, നിന്റെ ഭാര്യ എന്തിയടാ? നീ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു, പക്ഷെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. പക്ഷെ നിന്റെ ഭാര്യനെ പിന്നെ കണ്ടിട്ടില്ലല്ലോ. നിന്റെ ഭാര്യ എന്താ പിണങ്ങിപ്പോയെന്ന് ചോദിക്കാം. ഇത് കേട്ട ഇന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്താടാ, എന്താ പ്രശ്നം? ഞാൻ ഇടപെടേണ്ടതായിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് നിൽക്കും. അതിന്റെ കാര്യമൊന്നുമില്ല, ഇത് എനിക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെ, അവള് അത്ര നല്ല വെടുപ്പായിട്ടുള്ള പെണ്ണല്ലായിരുന്നു. അതുകൊണ്ട് അവള് പതുക്കെ നൈസായിട്ട് എന്നെ ഒന്ന് തേച്ചിട്ട് അങ്ങോട്ട് പോയെന്ന് പറയണം. അതെ, നിന്റെ സ്വഭാവമാണോ കുഴപ്പമെന്ന് ചോദിക്കും. എന്റെ സ്വഭാവം നല്ല തങ്കപ്പെട്ട സ്വഭാവം അല്ലേന്ന് ചോദിക്കണം. ഒരു കാര്യം ചെയ്യാം, അവളെ വിളിച്ചോണ്ട് വരാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഈ ഇന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു, ഇന്ദ്രൻ തന്നെ നടപ്പിലാക്കുമെന്ന് പറയണം. ഇത് കേട്ട അമ്പി പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ, ഞാൻ ഇവിടെ കുറച്ചു നാളുണ്ടാവും, ഉടനെ ഒന്നും മടങ്ങിപ്പോകാൻ തീരുമാനിച്ചിട്ടില്ല. അവള് നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരിക്കണം. എന്തേലും സഹായം വേണമെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട് ഇന്ദ്രൻ പറഞ്ഞു, സഹായമൊന്നും വേണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ദേ, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നാളെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം രാജലക്ഷ്മിക്ക് ആ പടം അങ്കലാപ്പായി. ഇവര് വന്ന് എന്തിനായിരിക്കും? ഇവരങ്ങനെ പെട്ടെന്ന് പോകുന്നില്ലെന്നാ പറഞ്ഞെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും. ഇവരെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേ മതിയാവുള്ളൂ. അല്ല, തന്റെ തരിയുടെ പരിപാടികളൊന്നും നടക്കില്ലെന്ന് രാജലക്ഷ്മിയെ നന്നായിട്ട് ബോധ്യമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം അംബികയുടെ വരവ് എന്തിനാന്ന് അറിയത്തില്ല. അംബിക പല്ലവിയോടൊപ്പം നിൽക്കുവോ, ഇന്ദ്രനോടൊപ്പം നിൽക്കുവോ, പല്ലവിക്ക് ഡിവോഴ്സ് വാങ്ങി കൊടുക്കാനായിട്ട് തയ്യാറാവുമെന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.